ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വെക്കേഷനൊക്കെ തുടങ്ങി കുട്ടികളുമായിട്ട് നല്ല തിരക്കിലായിരിക്കും അമ്മമാരൊക്കെ. കുട്ടികളെ കുറച്ചൊക്കെ കളിക്കാനൊക്കെ വിടണം. ഈ പ്രായത്തിലല്ലേ അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷമൊക്കെ കുറച്ച് കളിക്കാനൊക്കെ വിടണം. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ടൈമിൽ നല്ല പടം വരയ്ക്കാൻ കഴിവുള്ള കുട്ടികളെ എവിടെയെങ്കിലും പടം വരയ്ക്കുന്നത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പാട്ടൊക്കെ പാടാനോ ഡാൻസ് കളിക്കാനോ ഒക്കെ താല്പര്യമുള്ള കുട്ടികളെ അതിനൊക്കെ ചേർക്കുക. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അതിന് വിനിയോഗിക്കുക. ഈ വെക്കേഷൻ ടൈമിലല്ലേ അതൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ട്യൂഷനായി പഠിത്തമായി നടക്കത്തില്ല. പണ്ടൊക്കെ ഈ 2 മാസവും നന്നായിട്ട് പിള്ളേർ അടിച്ച് പൊളിച്ച് കളിച്ച് നടക്കുന്ന സമയമാണ്. അതുപോലെ നമ്മൾ പണ്ടൊക്കെ ബന്ധു വീടുകളിലൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ആരും അങ്ങനെ പോകാറുമില്ല. ആരുടെയും വീട്ടിലോട്ട് നിർത്താനും പറ്റത്തില്ല. അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഈ 2 മാസം ലീവ് കിട്ടുമ്പോഴാണ് നമ്മൾ ദൂരെയുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റേതായ ഒരു സ്നേഹമൊക്കെ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ തമ്മിലുണ്ടാവും. പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുകയും ഇങ്ങോട്ടും വന്ന് നിൽക്കും. അതുപോലെ നമ്മളും അങ്ങോട്ടൊക്കെ പോയി നിൽക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ വിടാനും പറ്റത്തില്ല കുട്ടികളെ. അത് വേറെ സത്യം. അങ്ങനെ കാലഘട്ടമൊക്കെ മാറിപ്പോയി. പിന്നീട് വെക്കേഷൻ ടൂറിനൊക്കെ പോവുക. ഇപ്പം കുട്ടികൾക്ക് അവധി സമയമാണല്ലോ. അപ്പോഴും നമ്മൾ കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെയും കൊണ്ടൊരു യാത്രയൊക്കെ പോവുക. നമുക്കും ഒരു മൈൻഡ് ഫ്രഷ് ആവും. യാത്ര എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. യാത്ര ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കക്ഷിയാണ് ഞാൻ. എനിക്ക് എത്ര യാത്ര ചെയ്താലും മതി വരത്തില്ല. അത്രയ്ക്ക് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴും ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ എൻ്റെ കസിൻസൊക്കെ തന്നെ ചിലർ ചോദിക്കും, നീ എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നുണ്ടല്ലോ, അതാ ഇതാ എന്നൊക്കെ. നമ്മൾ സമയം ഉണ്ടാക്കി പോകാൻ നമുക്കിതിനൊന്നും സമയമില്ല എന്ന് പറയും. അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ സമയം ഉണ്ടാക്കിയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. എപ്പോഴായാലും നമ്മൾ പോവുക. നമുക്ക് പോകാൻ ഒരുവിധം സമയമൊക്കെ കിട്ടുമ്പോൾ പോവുക. പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം നമുക്ക് സമയം ഉണ്ടാക്കി പോകാമെന്ന് കരുതി ഇരിക്കരുത്. നമുക്ക് എപ്പോഴാണ് ഒരു വിധം കാര്യങ്ങളൊക്കെ ഒന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പോകാൻ പറ്റുന്ന സമയം നോക്കി പോവുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ജോലിയും തീർത്ത് എല്ലാവരുടെ കാര്യവും നോക്കിയിട്ടൊക്കെ യാത്ര പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും നല്ലൊരു കസിൻസിൻ്റെ കൂടോ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന നല്ല ആൾക്കാരുമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുമ്പോൾ അപ്പോഴും പോവുക. അല്ല നമ്മളിനി അടുത്ത ഇനി മോൻ്റെ കല്യാണം കഴിയട്ടെ, മോളുടെ കല്യാണം കഴിയട്ടെ, പിന്നെ മോൻ്റെ കൊച്ചിനെ പഠിപ്പിക്കട്ടെ, അതിനെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിളിക്കാൻ ആളില്ല, അല്ലെങ്കിൽ അതിനെ കൊണ്ടാക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ഈ സമയം കളയില്ലല്ലോ. നമുക്ക് 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല. പെട്ടെന്ന് കാര്യങ്ങളങ്ങ് പോകും, കാലങ്ങളങ്ങ് പോകും. അപ്പോഴും പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ഞാനീ പറയുന്നത്, ഇപ്പം ഈ സ്കൂൾ വെക്കേഷൻ ടൈമിലൊക്കെ പോകാൻ രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ടൊക്കെ ഈ ടൂറൊക്കെ പോകണം. കുറച്ച് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി. ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളിലൊന്നും യാത്ര പോകണമെന്ന് ഞാൻ പറയത്തില്ല. അടുത്തടുത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ പോവുക. അതേപോലെ പിന്നെ ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇനിയിപ്പം മടിച്ചിരിക്കാതെ പോവുക എന്നുള്ളതാണ്. കാരണം ഓരോ ജോലിയും തീർത്തിട്ട് നമുക്ക് പോകാമെന്ന് കരുതിയാൽ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഈ പെൻഷൻ പറ്റിയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരും ഇതുപോലെ പിന്നെ പോകാം, ഇനി അല്ലെങ്കിൽ അടുത്ത വർഷം പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയൊന്നും സമയം കളയരുത്. നിങ്ങൾക്ക് ഓരോ വർഷവും കൂടുന്തോറും വയ്യാഴിക കൂടി വരും. കാല് വയ്യാഴിക, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ തന്നെ ട്രെയിനിലൊക്കെ പോകണമെങ്കിൽ ട്രെയിൻ വരുമ്പോഴത്തേനും പെട്ടെന്ന് ലഗേജൊക്കെ എടുത്തിട്ട് അവിടം വരെ ചെല്ലണ്ടേ. അഥവാ ട്രെയിനിൻ്റെ അവിടം വരെ ലഗേജ് കൊണ്ടുതരാൻ ആളുണ്ടെങ്കിലും നമുക്ക് ആ സ്റ്റെപ്പ് കയറണ്ടേ. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വന്ന് ട്രെയിൻ വരാറ്. അപ്പോൾ ചിലപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴായിരിക്കും പറയുന്നത് അടുത്ത പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്ന്. അപ്പോഴും നമ്മൾ ഈ ലഗേജുമായിട്ട് അങ്ങോട്ട് ചെല്ലണം. അതൊക്കെ നമുക്ക് ഈ പ്രായത്തിലൊക്കെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒരു 45 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സമയം പോകും. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഇനി ഒട്ടും സമയം കളയരുത്. ഇനി ആ ജോലി തീർക്കാം, പിന്നെ അല്ലെങ്കിൽ വീട് ഒന്നും കൂടെ പെയിൻ്റ് അടിക്കട്ടെ, അല്ലെങ്കിൽ കൃഷിപ്പണി തീരട്ടെ. കൃഷിപ്പണിയൊന്നും ഇപ്പോൾ ഇല്ല ആർക്കും. എങ്കിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കരുത്. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുക. ഏറ്റവും നല്ലത് യാത്ര ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പോയി കാണുക.
ഈ പൈസയൊന്നും ഒരുപാട് കൂട്ടി ബാങ്കിൽ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. മക്കൾക്കൊന്നും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും വരത്തില്ല. അവരാരും ഇതൊന്നും എടുക്കത്തുമില്ല. എടുക്കുന്നവർ അവർക്ക് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അവർ എടുത്തോട്ടെ. നമ്മുടെ സമയത്ത് നമ്മൾ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കാണുക, അതേപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളവർ ഓരോ സ്ഥലങ്ങളിൽ പോയി ആ ഭക്ഷണമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, പല പല സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ ജീവിത രീതികൾ കാണുക, അതുപോലെ അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുക. അതൊക്കെയാണ് വേണ്ടുന്നത്. അല്ലാതെ ഞാനും ഇത്രയും ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലവും കണ്ടുകൊണ്ടിരിക്കുക, അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ദൂരെ പോലും പോകത്തില്ല. ഇത്രയും സ്ഥലത്ത് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ഇതുവരെ ഇത് കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്താ പോകാത്തതെന്ന് വെച്ചാൽ പറയുന്നത് സമയമില്ല. എപ്പോൾ പോകും, നിനക്കാണെങ്കിൽ സമയമുണ്ട്, നീ അങ്ങ് പോകുന്നു എന്ന് പറയും. എനിക്ക് സമയമൊക്കെ നോക്കാമെങ്കിൽ സമയമില്ല. ഞാനും ഓരോ കാര്യങ്ങളും ഉണ്ട് എനിക്ക്. ഞാനതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ടൊക്കെ ഞാൻ പോകേണ്ട സ്ഥലത്തൊക്കെ പോകുന്നത്. അല്ലാതെ നമ്മളിനിയിപ്പോൾ സമയം കണ്ടെത്തി പോകാമെന്നല്ലാതെ സമയം ആവട്ടെ, എല്ലാ ജോലിയും ഒഴിഞ്ഞ് നമുക്ക് സമയം കണ്ടെത്തി പോകാമെന്ന് കരുതിയാൽ ഒരിക്കലും നടക്കത്തില്ല. പിന്നെ കുട്ടികളൊക്കെ അങ്ങ് വലുതായിക്കോളും, അവരുടെ കാര്യം നോക്കി പൊക്കോളും. അപ്പോഴും പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അയ്യോ കഷ്ടമായിപ്പോയി, അന്നൊക്കെ പോകണ്ടായിരുന്നു, ഇനിയിപ്പം വയസ്സാം കാലത്ത് ആര് കൊണ്ടുപോകാൻ. ആരെങ്കിലും കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നമുക്ക് പലവിധ അസുഖങ്ങൾ കാണും, നടക്കാൻ ബുദ്ധിമുട്ടാണ്, അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നതിന്. അങ്ങനെയൊക്കെ ഒരു ഇത് വരുന്ന സമയമുണ്ട്. പിന്നെ കുറേ മാറ്റമുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ഓരോ ടൂറൊക്കെ പോകുമ്പോൾ നല്ല പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഹസ്ബൻഡും വൈഫും, അതുപോലെ ടൂർ പാക്കേജ് വഴി വരുന്ന ആൾക്കാരാണെങ്കിലും നല്ല പ്രായമുള്ളവരൊക്കെ ഇപ്പം കുറച്ചൊക്കെ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ കണക്ക് വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഗോവയിൽ പോയപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ കൂടെ വന്ന ഒരു അച്ഛനും അവർ ഒത്തിരി പ്രായമുണ്ട്. അവർ പറഞ്ഞത് ഞങ്ങൾ 1 മാസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മാസമായെന്ന് പറഞ്ഞു. പല സ്ഥലങ്ങൾ കാണുകയാണ്. അപ്പോഴാണ് ഈ ടൂർ പാക്കേജ് വന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഗോവയിലും വന്നു. സത്യത്തിൽ അവർ ഈ പ്രായത്തിൽ എന്തിനാണ് ഗോവയിൽ വന്നതെന്ന് ചോദിക്കാം. ഗോവയിലിപ്പം എല്ലാ പ്രായക്കാർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ കാണാൻ. ഗോവയിൽ പോകുക എന്നുള്ളത് ഉടനെ അവിടെ പിന്നെ ഡാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബാറുണ്ട്, അങ്ങനെയുള്ള ഉദ്ദേശം മാത്രമല്ല. ഗോവയിൽ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. അതുപോലെ അവിടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന പള്ളികൾ, പഴയ ഓൾഡ് ചർച്ചുകൾ, അതേപോലെ ഗോവൻ സംസ്കാരങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ, അങ്ങനെ അവരുടെ പഴയ രീതികളിൽ എങ്ങനെ ആൾക്കാർ ജീവിച്ചിരുന്നു എന്നുള്ളത്, പിന്നെ ഇപ്പോഴത്തെ പുതിയ ജീവിത രീതികളെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ കള്ളു കുടിക്കാനൊക്കെ പോകേണ്ടവർക്ക് അതിനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഉണ്ട്. ഞങ്ങൾ 3 ദിവസം ഗോവയിൽ കഴിഞ്ഞു. നല്ല ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ബീച്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമുള്ള ബീച്ചുകളാണ്. പിന്നെ അവിടുത്തെ ഗോവൻ ഫുഡുകളുണ്ട്, വെറൈറ്റി ഫുഡുകളുണ്ട്. അതെല്ലാം നമുക്ക് രുചിച്ച് നോക്കാം. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനൊക്കെ കഴിയും. അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനും അമ്മയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും. അല്ലെങ്കിൽ അവർക്കിപ്പം നമ്മുടെ കൂടെ ഗോവയിൽ വന്നിട്ട് എന്താണെന്ന് വിചാരിച്ചിട്ടിരുന്നില്ല. അവർ പറയുന്നത് ഇനിയിപ്പോൾ അവർ രണ്ടുപേരും നല്ല ഉദ്യോഗസ്ഥരായിരുന്നു, പെൻഷൻ പറ്റി ഇഷ്ടംപോലെ പൈസയുണ്ട്. ഇനിയിപ്പോൾ അത് ബാങ്കിൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല. മക്കളൊക്കെ അമേരിക്കയിലോ ജർമ്മനിയിലോ ഒക്കെയാണ്. അവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്നേരം ഉത്തരവാദിത്തമായിട്ട് കൊണ്ടുപോകുന്ന ടൂർ പാക്കേജൊക്കെ കിട്ടുമ്പോൾ അവർ പോകും എന്ന് പറയുന്ന കണക്ക്. ഇനിയിപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കരുത്. പിന്നീട് ഇതുപോലെ പഴയ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ 10, 50, 60 വയസ്സായിട്ടുണ്ട്. പക്ഷേ പണ്ട് 10ാം ക്ലാസ്സിലും +2-നൊക്കെ ഒന്നിച്ച് പഠിച്ച കുട്ടികളൊക്കെ കൂടെ ചേർന്നിട്ട് ഗ്രൂപ്പുണ്ട്. അവർ ഇപ്പോൾ ടൂറൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്ന ഗ്രൂപ്പുകളുണ്ട്. ഇത്ര പ്രായമാണെങ്കിലും ഇപ്പം മക്കളൊക്കെ വലുതായി, എല്ലാവരും സെറ്റിലായി, അവരൊക്കെ വയസ്സായി. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം ഇങ്ങനെ പണ്ട് പഠിച്ച സഹപാഠികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന 1-2 ഗ്രൂപ്പുകൾ എനിക്കറിയാം. അവരൊക്കെ ഇപ്പോഴും ഓരോ സ്ഥലങ്ങളും ടൂറൊക്കെ അറേഞ്ച് ചെയ്ത് അവർ തന്നെ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പണ്ടത്തെ കൊച്ചുനാളത്തെ കാലഘട്ടത്തിലൂടെ മടങ്ങിപ്പോയി അവർ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്ത് സന്തോഷം കിട്ടുന്നോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇനി ആവട്ടെ, നാളെ ആവട്ടെ, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാവട്ടെ, പിന്നെ ബാങ്കിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് എങ്ങനെ എടുക്കും, അത് മക്കൾക്ക് വേണ്ടി ഇട്ടേക്കുമല്ലേ, അത് ഇനി എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് പഠിപ്പിച്ച് വിടുക, അവരെ നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കുക, അവർക്കൊരു ജീവിതം സെറ്റിലാക്കി കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ് വേറൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരുന്നിട്ട് അവർക്കൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ 10 ലക്ഷം രൂപ അവർക്ക് 10 രൂപയ്ക്ക് തുല്യമേ ഉള്ളൂ. അന്നേരം അവർ പറയും എന്തിനാ നിങ്ങളത് ഇട്ടുകൊണ്ടിരുന്നതെന്നേ ചോദിക്കത്തുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് അതെടുത്ത് എവിടെയെങ്കിലും പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കും.
അതുകൊണ്ട് ഇങ്ങനെ പൈസയൊന്നും ഒരുപാട് ബാങ്കിൽ സൂക്ഷിച്ച് വെച്ച് യാത്രയൊന്നും പോവാതെ നല്ല വസ്ത്രമൊന്നും മേടിച്ചു കൊടുക്കാതെ നല്ല ആഹാരമൊന്നും കഴിക്കാതെ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല. അന്നേരം നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ സന്തോഷം കിട്ടാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുക. യാത്രകളൊക്കെ പോവുക. അതുപോലെ ബന്ധുജനങ്ങളെയൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പോയി കാണുക. നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോയി കാണുക. അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് വിളിക്കുക. 2-3 ദിവസം അവരുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക. അങ്ങനെയൊക്കെ ഇനി ചെയ്യേണ്ട സമയമാണ് ഈ 50 വയസ്സിനൊക്കെ ശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ട് അത് കഴിയട്ടെ, ഇനി റിട്ടയർ ആവട്ടെ, അല്ലെങ്കിൽ 60 വയസ്സ് കഴിയട്ടെ എന്നും പറഞ്ഞൊന്നും ഇരിക്കരുത്. അതുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നമുക്കിപ്പം സാമൂഹ്യ സേവനമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ ചെയ്യുക. അതൊക്കെ എൻഗേജ് ആയിട്ട് ഇരിക്കുക. എപ്പോഴും നമ്മൾ എൻഗേജ്ഡായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രായം കുറഞ്ഞു തോന്നിക്കും. അല്ലാതെ എപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് വീട്ടിലുള്ള കാര്യങ്ങളും ചെയ്തിരിക്കാതെ കുറച്ചൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞത് യാത്രയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പം നമുക്ക് യാത്രകളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്യുക. ചിലർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായിരിക്കത്തില്ല, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് വായിക്കുകയോ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ പാട്ട് കേൾക്കുകയോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള ജീവിത സായാഹ്നം ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വിമാനത്തിലൊക്കെ പോയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, വിമാനത്തിൽ കയറാൻ താല്പര്യമുള്ള എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വിമാനത്തിലൊക്കെ കയറാൻ ഇപ്പം പൈസയൊക്കെ കുറവ് ഒന്നുമില്ല, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെങ്കിലും വിമാനത്തിലൊക്കെ പോയി നമ്മുടെ ആഗ്രഹം സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ മെട്രോ റെയിൽവേ, വാട്ടർ മെട്രോ അതിലൊക്കെ കയറാത്ത ആൾക്കാരുണ്ടല്ലോ, അതിലൊക്കെ കയറാൻ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ ഒരു ദിവസം അതിനായിട്ടൊക്കെ ചിലവഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമുക്കുള്ള സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക, അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും വെക്കേഷനൊക്കെയാണ്, കുട്ടികളെയും കൊണ്ട് യാത്രയൊക്കെ പോവുക. അതേപോലെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിക്കുക. അതേപോലെ പഴയ നല്ല ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, നല്ല പൗരാണികമായ ക്ഷേത്രങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട്. ഇന്ത്യയിലൊക്കെ ഒരു ദിവസം കേരളം വിട്ടൊക്കെ അങ്ങ് പോകണം. എപ്പോഴും കേരളത്തിനുള്ളിൽ തന്നെയുള്ള ക്ഷേത്രം മാത്രം കണ്ടുകൊണ്ട് ഇരിക്കാതെ പുറത്തോട്ടൊക്കെ പോയി ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കണ്ട് അവരെയും കൊണ്ടുപോയി, അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ അച്ഛനമ്മയും കൂടെ കൊണ്ടുപോയി അവരെ അതൊക്കെ കാണിക്കുക. അങ്ങനെയൊക്കെയാണ് ഇപ്പം വെക്കേഷൻ സമയമൊക്കെ ചിലവഴിക്കേണ്ടത്. പിന്നീട് കുട്ടികൾക്ക് പരീക്ഷയൊക്കെ റിസൾട്ടൊക്കെ അറിഞ്ഞ് ട്യൂഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും നമുക്ക് സമയം കിട്ടാൻ ഇടയില്ല. അങ്ങനെ ചെയ്യുക. പിന്നീട് ഈ വയസ്സായ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുകയാണെങ്കിൽ അവരൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് എന്തൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. പിന്നെ പുസ്തകങ്ങളൊക്കെ ചിലപ്പം ചിലർക്ക് ആത്മകഥകളൊക്കെ എഴുതാൻ താല്പര്യമുള്ള ആൾക്കാർ കാണും, അവരൊക്കെ എഴുതി തുടങ്ങുക. ഇനി നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എൻ്റെ എല്ലാ ജീവിതവും തീർന്നിട്ടിരുന്ന് ആത്മകഥ എഴുതാമെന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പം പിന്നെ ആയുസ്സൊക്കെ അത്രയ്ക്ക് തോനെ 105-110 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്നവർ അപൂർവമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. സ്ഥലങ്ങളൊക്കെ കാണാനുള്ളവർ അതൊക്കെ പോയി കാണുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഈ അഭിപ്രായം. അന്നേരം വെക്കേഷൻ കാലമൊക്കെ കഴിയുന്നതിന് മുമ്പ് എല്ലാവരും പോയി എല്ലാ സ്ഥലങ്ങളും ഒക്കെ കാണാനുള്ളവർ കാണുക. അതേപോലെ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അവർ നല്ല നല്ല ജീവചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് വലിയ വലിയ ആൾക്കാരുടെ, അതൊക്കെ വാങ്ങിക്കൊടുത്ത് ലൈബ്രറി കൊണ്ടുപോയി ഒരു ദിവസം ഒരു മാസം കൊണ്ട് ഒരു പുസ്തകമെങ്കിലും വായിപ്പിക്കാൻ ശ്രമിക്കണം കുട്ടികൾക്ക്. എന്നിട്ട് അതിനെക്കുറിച്ച് ഒന്ന് എഴുതാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കാൻ അമ്മമാർ ശ്രമിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വായിക്കത്തില്ല. അവർ ആ സമയം ഉണ്ടെങ്കിൽ എത്രത്തോളം മൊബൈലിൽ കളിക്കാമോ അത്രത്തോളം മൊബൈലിൽ കളിക്കും. പക്ഷേ അന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു ഓഫറൊക്കെ കൊടുത്ത് ഇപ്പോൾ അരമണിക്കൂർ പുസ്തകം വായിക്കാമെങ്കിൽ മൊബൈൽ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെയെങ്കിലും വായനാശീലം വളർത്തിയെടുക്കണം. അപ്പോൾ വായിക്കുന്നതിലൂടെയാണ് കുട്ടികൾ വളരുന്നത്. അന്നേരം അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വെക്കേഷൻ കാലത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വെക്കേഷൻ കാലം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുക. കുട്ടികൾ 2 മാസം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇനിയിപ്പം ജൂണിലല്ലേ സ്കൂൾ തുറക്കുള്ളൂ. ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കേഷൻ കാലം അടിപൊളിയാക്കി തീർക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ആൾക്കാരുടെ ഈ 50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെയൊക്കെ ചെയ്യുക.
അല്ലാതെ ഇനി ഇരുന്ന് സമയം കളയാൻ ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളഞ്ഞ് നമ്മുടെ സമയം ഇല്ലാതാക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. നമുക്ക് കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് മാറ്റിവെക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വെക്കേഷൻ കാലമൊക്കെ സന്തോഷത്തോടുകൂടി അപ്പനും അമ്മമ്മയും അച്ഛനും അമ്മയും എല്ലാം ചേർന്ന് അടിച്ച് പൊളിച്ച് ജീവിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.